വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വഴിക്കടവ് ആനമറയിൽ കാട്ടാന ആക്രമണത്തിൽ അടുക്കള ഷെഡുകൾ തകർന്നവർക്ക് വനംവകുപ്പ് നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്നും ആനശല്യം തടയാൻ സോളാർ തൂക്കുവേലി നിർമ്മാണം ആരംഭിക്കുമെന്നും ആര്യടൻ ഷൗക്കത്ത് MLA. കാട്ടാന നാശം വിതച്ച മേഖലകളിൽ MLA സന്ദർശനം നടത്തി. വണ്ടൂരിന്റെ വികസന നായകൻ AP അനിൽകുമാറിന് തിരുവാലിയിൽ ഉജ്ജ്വല സ്വീകരണം. UDF ആണ് സ്വീകരണം നൽകിയത്. നിരവധി പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. റവന്യൂ വകുപ്പിലെ നിലവിലുള്ള നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുമെന്ന് AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി. വയനാട് മണ്ഡലത്തിലെ വിവിധ NGOകളുടെ കീഴിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രിയങ്ക ഗാന്ധി MP പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി. വിതരണോദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി T. സിദ്ദീഖ് കൽപ്പറ്റയിൽ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്കാണ്. കാട്ടാനശല്യം അതിരൂക്ഷമായ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ആനമറി മേഖലയിൽ ശക്തമായ നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുമെന്ന് MLA ആര്യടൻ ഷൗക്കത്ത്. പ്രദേശം സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. ഈ പ്രദേശത്ത് വനംവകുപ്പിൻ്റെ കാട്ടാനശല്യത്തിൽ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ വനംവകുപ്പ് ഉടൻ നടപടി സ്വീകരിക്കുമെന്നും MLA അറിയിച്ചിട്ടുണ്ട്. ഇവിടെ സോളാർ തൂക്കുവേലി അതിൻ്റെ തകരാറുകൾ ഉടൻ പരിഹരിച്ച് അവ പ്രവർത്തനക്ഷമമാക്കുമെന്നും MLA അറിയിച്ചു. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ പുഞ്ചക്കൊല്ലി കുമാരദാസൻ, മുളയംപറമ്പിൽ സൈനബ എന്നിവരുടെ വീടിന്റെ അടുക്കള ഷെഡുകൾ തകർന്നിരുന്നു. ഭക്ഷ്യവസ്തുക്കളടക്കം നശിപ്പിക്കുകയും ചെയ്തു. MLA ഇവിടെ സന്ദർശിച്ചു. നിലമ്പൂർ നോർത്ത് DFO ദിനേഷ് കുമാറുമായി ചർച്ച നടത്തി. കാട്ടാനശല്യം തടയാൻ വനം വകുപ്പ് ദ്രുതകർമ്മസേനയുടെ രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കുവാനും നിർദ്ദേശം നൽകി. സോളാർ തൂക്കുവേലി നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്ത ഏജൻസിയുമായി MLA ബന്ധപ്പെട്ട് നിർമ്മാണം നാളെ ആരംഭിക്കുമെന്ന ഉറപ്പ് വാങ്ങിക്കുകയായിരുന്നു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C. മാമ്ര, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് റംല നെയ്തക്കോടൻ, പഞ്ചായത്ത് അംഗം ഗോപിനാഥൻ, CU ഏലിയാസ്, സുനീർ മണൽപ്പാടം, PV മാത്യു, റെജി കണ്ടത്തിൽ, മുജീബ് എരഞ്ഞിയിൽ, മാനു കോന്നാടൻ, ഗോപി ആനമുറി, PK റജീബ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പണമില്ലാത്തതിൻ്റെ പേരിൽ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കുവാൻ സാമ്പത്തികമായ പിന്തുണ നൽകുന്ന സർക്കാരാണ് അധികാരത്തിലുള്ളതെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ ഇന്ദിരാ ഗ്യാരണ്ടി അനുവദിച്ചത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസവും വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ഉണർവാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരുളായിൽ ജനശ്രീ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷിക അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കാരണം ചെറുപ്പത്തിൽ നമുക്ക് LSS ഒക്കെ പാസ്സായി, അത് പാസ്സായി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ചെറിയ സ്കോളർഷിപ്പ് ആണെങ്കിലും ചെറിയ അവാർഡാണെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഓർത്തിരിക്കുന്നതായിരിക്കും. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ കോളേജ് പഠിച്ചത് കോളേജ് ജീവിതത്തെക്കാളും എനിക്ക് ഓർമ്മയുള്ളത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് എൻ്റെ സ്കൂൾ കാലം. ചെറുപ്പത്തിൽ ഇപ്പോൾ എനിക്ക് കുറേ സിനിമയുടെ അവാർഡും പഞ്ചായത്തിനൊക്കെ അവാർഡൊക്കെ കിട്ടി. ആ അവാർഡുകളൊക്കെ വയ്ക്കുന്നതിനിടയിൽ എൻ്റെ ഇരട്ടക്കുട്ടികളുണ്ട് രണ്ടുപേരും. അവർ സ്കൂളിൽ അവർക്ക് കിട്ടിയ ഈ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയാൽ കിട്ടുന്ന അവാർഡുണ്ട്, അത് വാങ്ങി ആകെ വലിപ്പമുള്ളൂ സാധനം. പക്ഷെ അവർക്ക് നിർബന്ധമായിട്ട് അവർക്ക് ഷോക്കേസിൽ വെക്കണം. എന്നിട്ട് ആ ഷോക്കേസിൽ വെച്ചാൽ പുറത്തേക്ക് കാണില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഗ്ലാസിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, നീക്കുന്ന എന്തായാലും പറയാം റെയില്, അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണാൻ തന്നെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അത്ര ചെറിയ വേണം, എന്നാലും അതവിടെ വെച്ചിരിക്കണം, നിർബന്ധമാണ്. ഞാനെന്നിട്ട് എൻ്റെ സ്റ്റേറ്റ് അവാർഡും എൻ്റെ ദേശീയ അവാർഡും ഒക്കെ മാറ്റി ഇവരെ അത് മുമ്പിൽ വെച്ച് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 10ാം ക്ലാസ് കിട്ടിയതിന് ശേഷം മാറ്റി അവരെ നിലയ്ക്ക് കൊണ്ടുവച്ചു. അവർ ചെറുപ്പത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷമാണ്. മാത്രമല്ല അവർക്ക് തുടർന്ന് പഠിക്കാനുള്ള ഒരു വലിയ ഊർജ്ജമാണ്, പ്രേരണയാണ്. നമ്മളെ LSS എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ വലിയ സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഈ LSS USS അവാർഡിന് വിളിച്ചാൽ ഞാൻ ഏത് വലിയ അവാർഡിനേക്കാളും എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി ഞാൻ എവിടെയാണെങ്കിലും. മാത്രമല്ല ഞാൻ MLA ആകാൻ മത്സരിക്കാൻ തീരുമാനിച്ച അന്നാണ് കഴിഞ്ഞ വർഷത്തെ ഈ അവാർഡ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അന്ന് ഈ ഫംഗ്ഷനിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് അന്ന്. ടി സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ടി അനിൽ അധ്യക്ഷത വഹിച്ചു. കരുളായി പഞ്ചായത്തിൽ നിന്നും LSS USS സ്കോളർഷിപ്പ് നേടിയവരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഭാരത് സേവക് സമാജ് പുരസ്കാരം നേടിയ മുണ്ടോടൻ റഹ്മാനെയും MLA ആദരിച്ചു. N ഷൈബു, EK ഉസ്മാൻ, സിബി വർഗീസ്, അനീഷ് കരുളായി, കബീർ മുണ്ടോടൻ, K സുരേന്ദ്രൻ, TH ഷാനവാസ്, P അഖിലേഷ് എന്നിവർ പ്രസംഗിച്ചു. വണ്ടൂരിന്റെ വികസന നായകൻ AP അനിൽകുമാറിന് തിരുവാലിയിൽ ഉജ്ജ്വല സ്വീകരണം. UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. എറിയാട് മുതൽ തിരുവാലി വരെ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കരിമരുന്നും ആഘോഷവുമൊക്കെയായി വലിയ ഒരു സ്വീകരണമാണ് മന്ത്രിക്ക് തിരുവാലി നൽകിയത്. വ്യക്തിപരമായി എനിക്കുള്ള സ്വീകരണമല്ല, ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നു. കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചു. ആ ഭരണമാറ്റത്തിന് വേണ്ടി അതിശക്തമായ നിലപാടെടുത്തു. ആ നിലപാടിന്റെ പ്രതിഫലനമാണ് ഞാൻ ഉൾപ്പെടെയുള്ള 102 MLA-മാർ ഇന്ന് UDF-ന്റെ പ്രതിനിധികളായി നിയമസഭയിലേക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വരുവാനുള്ള അവസരമൊരുക്കി. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു വിജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ജനങ്ങൾക്ക് നൽകുന്ന പിന്തുണയായിട്ടാണ് ഞാൻ ഈ സ്വീകരണത്തെ കാണുന്നത്. കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിൽ 100 സീറ്റുമായി ഏതാണ്ട് 2001 ഞാൻ ആദ്യമായി MLA ആകുന്ന സമയത്ത് അന്ന് 99 സീറ്റുകളുടെ ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷം നമുക്ക് UDF-ന് ലഭിച്ചു. അതുപോലെ തന്നെ ഒരു മഹാഭൂരിപക്ഷമാണ് ഇത്തവണയും. ഏതാണ്ട് 25 വർഷങ്ങൾക്ക് ശേഷം 102ഓളം സീറ്റുകളുടെ ഭൂരിപക്ഷവുമായി UDF അധികാരത്തിലാണ്. ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ്. വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് കേരളത്തിലെ UDF ഗവൺമെന്റ് ഉയരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. DJ ഷോ, കരിമരുന്ന് പ്രയോഗം, ഫയർ വർക്ക്സ് എന്നിവയുടെ അകമ്പടിയോടുകൂടിയാണ് സ്വീകരണ പരിപാടി നടന്നത്. എറിയാടിൽ നിന്നും ആരംഭിച്ച പത്തിരിയാൽ വഴി തിരുവാലിയിൽ സമാപിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. UDF ചെയർമാൻ M. അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി.പി. ഗോപാലകൃഷ്ണൻ, സി.ടി. കരീം, പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ, വൈസ് പ്രസിഡന്റ് കെ. മുഹമ്മദ് നജീബ്, കൺവീനർ വി.എ. ഇബ്നു കദീർ, കെ. സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, വിവിധ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റവന്യൂ വകുപ്പിലെ നിലവിലുള്ള നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായി വരുന്നത് പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ പട്ടയങ്ങൾ പരമാവധി വേഗത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാ രീതിയിലും ഇന്ന് പല പട്ടയങ്ങളും നൽകുമ്പോൾ വനഭൂമിയുമായി ബന്ധപ്പെട്ട പട്ടയങ്ങളായാലും തീരദേശത്ത് പുറംപോക്കുമായി ബന്ധപ്പെട്ട പട്ടയങ്ങളായാലും ആ പട്ടയങ്ങൾക്ക് നൽകുമ്പോഴുള്ള പ്രശ്നം പറയുന്നത് പട്ടയം ലഭിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കണ്ടീഷനുണ്ട്, ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളില്ലാത്ത രീതിയിൽ പട്ടയങ്ങൾ നൽകുക അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉപാധികളില്ലാത്ത പട്ടയം നൽകുന്നതിന് പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പുതിയ സർക്കാരിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമല്ല. സാമ്പത്തിക സ്ഥിതി മോശം അവസ്ഥയിലാണ്. UDF ജനങ്ങളോട് പറഞ്ഞ് ഗ്യാരണ്ടി ഉറപ്പാക്കണം. റവന്യൂ വകുപ്പിനെ സുതാര്യമാക്കും. ഫയലുകൾ വേഗത്തിൽ തീർപ്പാക്കും. പട്ടയം നൽകുന്നത് വേഗത്തിലാക്കും. ഇതിനായി അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബെന്നി തോമസിന്റെ നിയമനം ബന്ധു നിയമനമായി കാണരുത്. അദ്ദേഹം കണ്ണൂർ DCC നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചത്. ജനവികാരം മനസ്സിലാക്കിയാണ് അദ്ദേഹം രാജിവെച്ചത്. വയനാട് കോൺഗ്രസിന്റെ വീടുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. 100 വീടുകൾ ഘട്ടം ഘട്ടമായി ആകും നിർമ്മിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. വയനാട് മണ്ഡലത്തിലുള്ള വിവിധ NGOകളുടെ കീഴിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രിയങ്ക ഗാന്ധി MP പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി. സ്കൂൾ ബാഗ്, കുട, നോട്ട് പുസ്തകം, പാദരക്ഷകൾ ഉൾപ്പെടെ 21ഓളം ഇനങ്ങൾ അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം മന്ത്രി T. സിദ്ദീഖ് കൽപ്പറ്റയിലെ MP ഓഫീസിൽ വെച്ച് നിർവഹിച്ചു. ഉഷ വിജയൻ MLA, ജില്ലാ വനിതാ ശിശുക്ഷേമ ഓഫീസർ ഗീത MG, ജില്ലാ ശിശുക്ഷേമ സംരക്ഷണ ഓഫീസർ കാർത്തിക അന്ന തോമസ്, പ്രൊട്ടക്ഷൻ ഓഫീസർ മജേഷ് രാമൻ, ലീഗൽ കം പ്രൊബേഷൻ ഓഫീസർ നിഖിൽ, ജില്ലാ UDF കൺവീനർ HB പ്രദീപ് മാസ്റ്റർ, കൽപ്പറ്റ നിയോജക മണ്ഡലം UDF കൺവീനർ PP ആലിക്കുട്ടി എന്നിവർ പങ്കെടുത്തു. നമ്മുടെ അഭിമാനമായ പ്രിയപ്പെട്ട പാർലമെന്റ് അംഗം വയനാടിന്റെ പ്രിയങ്കരി പ്രിയങ്ക ഗാന്ധിയുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ചേർത്ത് നിർത്തലിന്റെയും ഒരു പദ്ധതി കൂടി കടന്നുവരികയാണ്. അതിന്റെ ഭാഗമായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ചിൽഡ്രൻ ഹോമുകളിലും താമസിക്കുന്നതായ കുട്ടികൾക്ക് വേണ്ടി ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന ഈ സമയത്ത് അവർക്കുള്ള എല്ലാ സാധന സാമഗ്രികളും ഈ കരുതൽ പ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തിക്കുക. ഒരു രക്ഷാകർത്താവിന്റെ റോളിൽ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഈ അധ്യയന വർഷ ആരംഭത്തിൽ സ്കൂളിലേക്ക് നടന്നുപോകുന്ന ചിൽഡ്രൻ ഹോമിലെ മുഴുവൻ കുട്ടികൾക്കും അവർക്കുള്ള ബാഗുകളും പുസ്തകങ്ങളും അനുബന്ധ ഉപകരണങ്ങളും അവർക്കുള്ള ഷൂസുകളും തുടങ്ങി ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു വലിയതായ കിറ്റായി മുഴുവൻ കുട്ടികൾക്കും സമ്മാനിക്കുക. ഇന്ന് അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ അതിന്റെ കൈമാറൽ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഒരു അത്യപൂർവ നിമിഷമാണ്. ഇതുവരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഈ വിഭാഗത്തെ ചേർത്ത് നിർത്തുന്ന ഒരുപക്ഷെ ആദ്യത്തെ ചടങ്ങാണ് ഇത്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയീ ഭാവത്തിൽ.
തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല, പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശാസ്താവാങ്ങോട്ടുപുറം ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർക്കായി കേരള ഗ്രാമീൺ ബാങ്ക് ചെറുകോട് ശാഖയുടെ നേതൃത്വത്തിൽ ഈ കാണിക്ക സംവിധാനം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായും എളുപ്പത്തിലും ഡിജിറ്റൽ മാർഗത്തിലൂടെ കാണിക്ക സമർപ്പിക്കുന്നതിനായാണ് ഈ കാണിക്ക സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ ഉദ്ഘാടനം ഗ്രാമീൺ ബാങ്ക് ചെറുകോട് ബ്രാഞ്ച് മാനേജർ ശരത് സാഗർ നിർവഹിച്ചു. അസിസ്റ്റന്റ് മാനേജർ ഹരീഷ് KP ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PK വാസുദേവൻ, KMP കേശവൻ നമ്പൂതിരി, V ശിവശങ്കരൻ, P ഗോപിനാഥൻ, ദേവു സുധാകരൻ, മീര വാസുദേവ്, വസന്ത ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു സാമ്പ്രദായിക ഭണ്ഡാര രീതിയുണ്ട്. കാലം മാറുന്തോറും അതിന് ചെറിയൊരു മാറ്റം വരിക എന്നുള്ളത് സ്വാഭാവിക പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെയൊരു
രീതിയിലേക്ക്, അതായത് നമ്മളിപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു സംഗതിയാണ് ചില്ലറകളായിട്ടും നോട്ടായിട്ടും കിട്ടാനായിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരുവിധം എല്ലാവരും ഈ ഒരു പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം അതിന് ശേഷം പിന്നെ എല്ലാ ഇടപാടുകളും മൊബൈൽ വഴി, നമ്മളെ UPI ഇടപാടുകൾ വഴി നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളും ആ രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണിക്ക എന്നിവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മളിതിൻ്റെ മുകളിൽ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ക്ഷേത്രത്തിലേക്ക്, വഴിപാടുകളിലേക്കും ബാക്കിയുള്ള മറ്റ് ഭണ്ഡാരത്തിലേക്കും ഒക്കെ നമുക്ക് പണം സമർപ്പിക്കാം. അത്രയും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വഴിക്കടവ് ഫോറസ്റ്റ് സെക്ഷനുമായി സഹകരിച്ച് നാടുകാണിച്ചുരം മേഖലയിൽ വിത്തുകൾ എറിഞ്ഞു. മാവ്, ഞാവൽ, പന, ഉങ്ങ്, കണിക്കുന്ന തുടങ്ങിയ വിവിധ ഇനം സസ്യങ്ങളുടെ വിത്തുകളാണ് പൊതുകളായും അല്ലാതെയും കാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ എറിഞ്ഞത്. വഴിക്കടവ് സെക്ഷൻ റേഞ്ച് ഓഫീസർമാരായ KR രാജേഷ്, PM അയൂബ് എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതി പ്രവർത്തകനായ അഡ്വക്കേറ്റ് സജ്ജറുദ്ദീൻ, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ആനമറി വാർഡ് മെമ്പർ ഗോപി K, ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുഭാഷിണി P, ഷിജിനി വട്ടകശ്ശേരി എന്നിവരും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ മേഖലാ സെക്രട്ടറി ബാലഭാസ്കരൻ C, പരിസ്ഥിതി കൺവീനർ രാജേന്ദ്രൻ K, കൃഷ്ണകുമാർ, KV ഹംസ മാസ്റ്റർ, വഴിക്കടവ് യൂണിറ്റ് സെക്രട്ടറി ഷാജി, OS മുജീബ് തുറക്കൽ, ഉമ്മർ നെയ്വാതിൽക്ക് തുടങ്ങിയവരും പങ്കെടുത്തു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വനസംരക്ഷണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും ചുരം ശുചീകരണം ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് കൂട്ടായ്മ അറിയിച്ചു. വനം വിഭവസമൃദ്ധമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വനം വകുപ്പുമായി ചേർന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വനത്തിൽ വിത്തെറിയും. നമ്മുടെ നാട്ടിലുള്ള അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളുടെയും തൈയിൻ്റെ ഒരു ശേഖരം വനത്തിലെങ്കിലും ഉണ്ടാവട്ടെ. ഭാവിയിൽ കാട്ടുമൃഗങ്ങൾക്കും മനുഷ്യർക്കും നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിജീവിച്ചുണ്ടാവാനുള്ള ഒരു അവസരം ഈ വിത്തുകൾക്കൊക്കെ നൽകുക എന്നതാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. തുടർന്നും ഈ പ്രക്രിയ നാട്ടുകാർ ഏറ്റെടുക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെടുകയാണ്. എന്തൊക്കെ വിത്തുകളാണ് നമുക്ക്? ഞാവൽ, മാവ്, നാടൻ മാവ്, ഞാവൽ, പന, പ്ലാവ്, എല്ലാ പേര തുടങ്ങിയ എല്ലാ ഫലവൃക്ഷങ്ങളും, അതോടൊപ്പം കണിക്കൊന്ന, പൂള, ഇങ്ങനെയുള്ള ഒരുപാട് വിത്തിനങ്ങൾ, ഏതൊക്കെ വിത്തുകളുണ്ടോ ആ വിത്തുകളൊക്കെയാണ് ശേഖരിച്ചു വന്നിട്ടുള്ളത്. നാട്ടിലെ എല്ലാത്തിൻ്റെയും ഒരു ശേഖരം ഭാവിയിലേക്ക് ഉണ്ടാവാൻ വേണ്ടി കൂടിയാണിത്. ഞാവലൊക്കെ പെട്ടെന്ന് വളരും, പേരയൊക്കെ പെട്ടെന്ന് വളർന്നുണ്ടായ കാട്ടുമൃഗങ്ങൾക്ക് ഇവിടെ തന്നെ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതെ തീറ്റ കിട്ടുമെന്നൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ട്. ഫുട്ബോൾ കാലമാണ്. മലപ്പുറത്തിൻ്റെ കാൽപന്ത് കളിയുടെ പ്രേമം വലിയ ശ്രദ്ധേയമാണ്, അത് ലോകപ്രസിദ്ധവുമാണ്. ഇപ്പോഴിതാ ലോകകപ്പ് മാമാങ്കത്തിന് സ്വാഗതമേകിക്കൊണ്ട് സംസ്ഥാന പാതയോരത്ത് വീണ്ടും തല ഉയർത്തി നിൽക്കുകയാണ് വണ്ടൂരിൻ്റെ ലോകകപ്പ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ഭ്രാന്തിൻ്റെ അടയാളമായി മാറിയ ഈ കൂറ്റൻ ലോകകപ്പ് മാതൃക 7ാം തവണയും ഫുട്ബോൾ പ്രേമികളെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. വണ്ടൂർ ചെട്ടിയാറമ്മലിൽ സംസ്ഥാന പാതയോരത്ത് പോകുന്നവരുടെ എല്ലാം കണ്ണ് ഉടക്കുന്നത് ഈ കൂറ്റൻ ലോകകപ്പ് മാതൃകയിലാണ്. ഇത് വെറുമൊരു ശില്പമല്ല, ഒരു നാടിൻ്റെയാകെ ഫുട്ബോൾ പ്രണയത്തിൻ്റെ പ്രതീകമാണ്. 2002 ചെട്ടിയാറമ്മൽ റോഡരികിൽ ഈ കൂറ്റൻ ലോകകപ്പ് മാതൃക നിർമ്മിക്കുന്നത്. തറയുൾപ്പെടെ 10 അടിയോളം ഉയരമുള്ള ഈ മനോഹരമായ ശില്പത്തിന് പിന്നിൽ AP ഷെരീഫ് എന്ന ശില്പിയുടെ കരവിരുതാണ്. ജ്വാല കൾച്ചറൽ വിങ്ങിൻ്റെയും നാട്ടുകാരുടെയും ഒത്തൊരുമിച്ചുള്ള സഹകരണത്തോടെയാണ് ഈ വിസ്മയം യാഥാർത്ഥ്യമാക്കിയത്. സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ഓരോ ലോകകപ്പ് കാലത്തും ഈ മാതൃക വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ഇത്തവണ 7ാം തവണയാണ് ഈ ശില്പം ലോകകപ്പിനെ വരവേൽക്കുവാൻ അണിഞ്ഞൊരുങ്ങുന്നത്. ലോകകപ്പ് അടുക്കുമ്പോൾ നാട്ടുകാർ ഒത്തുചേർന്ന് ശില്പം വീണ്ടും സ്വർണ്ണവർണ്ണം പൂശി മനോഹരമാക്കും. സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാരും ഫുട്ബോൾ ആരാധകരും ഇതിനു മുൻപിൽ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുവാൻ മത്സരിക്കാറുണ്ട്. ഓരോ തവണയും ചായം പൂശി പുതുക്കുന്ന ഈ ലോകകപ്പ് മാതൃകയുടെ അനാച്ഛാദനം വലിയ ആഘോഷത്തോടുകൂടിയാണ് നാട്ടുകാർ നടത്താറുള്ളത്. മുൻ വർഷങ്ങളിൽ മുൻ ഇന്ത്യൻ താരം ആസിഫ് സഹീർ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ശില്പത്തിൻ്റെ ഓപ്പണിംഗ് നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കുറി ചടങ്ങ് കൂടുതൽ ഗംഭീരമാക്കുവാൻ നാട്ടുകാരുടെ തീരുമാനം. ഇത്തവണ ഒരു മന്ത്രിയെ തന്നെ എത്തിച്ച് അനാച്ഛാദനം നടത്തണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഒട്ടും വൈകാതെ തന്നെ ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുവാനുള്ള തിരക്കിലാണ് ചെട്ടിയാറമ്മലിലെ കായിക പ്രേമികൾ. 2002 സ്ഥാപിച്ചതാണ് ഈ വേൾഡ് കപ്പിന്റെ സ്റ്റാച്ചു. ഇത് നിർമ്മിച്ചത് AP ഷെരീഫ് എന്ന അബിയാണ്. ഇത് 4 വർഷം കൂടുമ്പോഴാണ് ഇത് മോഡിഫൈ ചെയ്യുന്നത്. ഇപ്രാവശ്യം ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹയ ഗോൾഡാണ്. വണ്ടൂരിലെ ഹയ ഗോൾഡാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെട്ടിയാറയുടെ ഒരു അഭിമാനമാണ്. ഈ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടനം 4 വർഷം കൂടുമ്പോൾ ഞങ്ങൾ
നല്ല പ്രമുഖ താരങ്ങളെ ഫുട്ബോൾ പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കുന്നതാണ്. ഇപ്രാവശ്യം ഞങ്ങൾ അതുപോലെ ഉദ്ഘാടനം ഗംഭീരമാക്കിയിട്ടുള്ള ഉദ്ഘാടനം കഴിക്കാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഫുട്ബോളിന്റെ ലഹരി നെഞ്ചേറ്റിയ മലപ്പുറത്തിന്റെ മണ്ണിൽ വീണ്ടും ഒരു കായിക വിസ്മയം. വണ്ടൂർ പുളിയക്കോടിലെ ന്യൂ സാംസൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച കൂറ്റൻ വേൾഡ് കപ്പ് ഫുട്ബോൾ മാതൃക കൗതുക കാഴ്ചയാവുകയാണ്. മാതൃക കപ്പ് പ്രകാശന കർമ്മം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആസിഫ് സഹീർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഒരു ഫുട്ബോളിന് കീഴിൽ ചുറ്റി നിൽക്കുന്ന അതിരുകളും അതിർവരമ്പുകളും ലംഘിക്കപ്പെടുന്ന മനുഷ്യരെല്ലാവരും ജാതി മത ചിന്തകൾക്കപ്പുറത്ത് ഒരുമിക്കുന്ന ഒന്നായി നമ്മുടെ ലോക ഫുട്ബോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് മനുഷ്യരെല്ലാവരും ഒരു രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നു, മറ്റൊരു രാജ്യത്തിനോട് ഒപ്പം നിൽക്കുന്നു. അവിടെ നിറമോ വർണ്ണമോ ജാതിയോ മതമോ ഭാഷയോ ഒന്നുമില്ലാതെ ലോകകപ്പ് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ ലോകകപ്പിന്റെ ആവേശം അത് പന്തുരുളുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇവിടെ 10 വർഷമായി നമ്മുടെ ന്യൂ സാംസൺ ക്ലബ്ബ് ഇതുപോലെ വേൾഡ് കപ്പിന്റെ ട്രോഫി ബോള് ഇവിടെ അനാവരണം ചെയ്യുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് 10ാമത്തെ വർഷമാണ്. തീർച്ചയായിട്ടും ഇത് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ന്യൂ സാംസൺ ക്ലബിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഫുട്ബോൾ മാതൃക കാണുവാനും അടുത്തറിയുവാനുമുള്ള നിരവധി കായിക പ്രേമികളാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. യഥാർത്ഥ ലോകകപ്പ് ഫുട്ബോളിന് വെല്ലുന്ന രീതിയിൽ അതീവ മനോഹരമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചടങ്ങിൽ ഫുട്ബോൾ മാതൃകാ ശില്പി സജു നന്നമ്പ്രയ്ക്കും പരിപാടിയുടെ മുഖ്യ സ്പോൺസർ ട്രിയോ യാട്രി ഫ്ലോയിഡേഴ്സ് എന്നിവർക്കും ആസിഫ് സഹീർ ഉപഹാരം നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് A ഫർസീൻ അധ്യക്ഷത വഹിച്ചു. പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി, വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CP ഉണ്ണിച്ചാത്തൻ, പഞ്ചായത്ത് അംഗങ്ങളായ CT മുഹമ്മദ് ഷമീം, മുഹമ്മദ് ശ്യാം, ക്ലബ്ബ് ട്രഷറർ M അനുജിത്ത്, രക്ഷാധികാരികളായ MT അലി നൌഷാദ്, ഷംസു, പ്രസാദ് K, ഫിറോസ് ബാബു, AP കിഷോർ ഖാൻ, ക്ലബ്ബ് സെക്രട്ടറി സിറാജ് എന്നിവർ പ്രസംഗിച്ചു. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഴിക്കടവ് ആനമറയിൽ കാട്ടാന ആക്രമണത്തിൽ അടുക്കള ഷെഡുകൾ തകർന്നവർക്ക് വനംവകുപ്പ് നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്നും ആനശല്യം തടയാൻ സോളാർ തൂക്കുവേലി നിർമ്മാണം ആരംഭിക്കുമെന്നും ആര്യടൻ ഷൗക്കത്ത് MLA. കാട്ടാന നാശം വിതച്ച മേഖലകളിൽ MLA സന്ദർശനം നടത്തി. വണ്ടൂരിന്റെ വികസന നായകൻ AP അനിൽകുമാറിന് തിരുവാലിയിൽ ഉജ്ജ്വല സ്വീകരണം. UDF ആണ് സ്വീകരണം നൽകിയത്. നിരവധി പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. റവന്യൂ വകുപ്പിലെ നിലവിലുള്ള നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുമെന്ന് AP അനിൽകുമാർ. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി. വയനാട് മണ്ഡലത്തിലെ വിവിധ NGOകളുടെ കീഴിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രിയങ്ക ഗാന്ധി MP പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി. വിതരണോദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി T സിദ്ദീഖ് കൽപ്പറ്റയിൽ നിർവഹിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.
ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.